ഹേ ഗായ്സ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലിയാണ്. പണ്ട് ഒരു മുള്ളൻകൊല്ലി വേലായുധം വന്ന് ഡാൻസ് കളിച്ച് വേൽമുരുകയൊക്കെ കളിച്ച് പോയത് ഓർമ്മയുണ്ടല്ലോ നാരനില്. എന്നാൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും മുള്ളൻകൊല്ലിയിലുള്ളത് ഒരു കത്തി ജോയാണ്. അതെ, അഖിൽ മാരാര് നായകനായിട്ട് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലിയിൽ അഖിൽ മാരാര് ചെയ്യുന്ന വേഷമാണ് കത്തി ജോയ് എന്ന് പറയുന്ന ക്യാരക്ടർ. സോ നമുക്ക് ആദ്യം ഈ സിനിമയുടെ ജസ്റ്റ് ഒരു ഇത് പറയാം. അതായത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ബാബു ജോൺ ആണ്. തരക്കേടില്ലാത്ത രീതിയിലുള്ള റൈറ്റിംഗ്, കുറച്ച് പഴയ രീതിയിലുള്ള ജോക്സ്, അതായത് ബോഡി ഷെയ്മിങ് ജോക്സ്, അങ്ങനത്തെ ജോക്കുകളാണ് ഇതിന് പ്രധാനമായിട്ട് ആദ്യമൊക്കെ വന്നിരിക്കുന്നത്. വളരെ എന്താ പറയുക, പണ്ടത്തെ രീതിയിലുള്ളൊരു മേക്കിംഗ് സ്റ്റൈലാണ്. ചുമ്മാ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫ്രണ്ട്സിൻ്റേതായിട്ടുള്ള രീതി കാണിച്ച് പോവുക, ഫ്രണ്ട്സ് കുറേ നാളിന് ശേഷം മീറ്റപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഭയങ്കര സ്ഥിരമായി കണ്ടുവരുന്ന പാറ്റേണിലുള്ള കാര്യങ്ങൾ കാണിച്ചു പോകുന്നുണ്ട്. മേക്കിംഗ്, അതായത് ക്യാമറ ആൻഡ് എഡിറ്റിംഗ് സെഷനിൽ വന്നിട്ടുള്ള പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് ഫിലിം ലെവൽ മേക്കിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതെനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരു ബിഗ് ബോസ് കൂട്ടായ്മയിൽ നിന്ന് വന്നൊരു സിനിമ പോലെ തോന്നി. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോ ആണ് ബിഗ് ബോസ്. അതിലെ ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തിട്ടുള്ള മത്സരാർത്ഥികളായിരുന്നു അഖിൽ മാരാര്, സെറീന, അഭിഷേക്. അങ്ങനെ അതിനകത്തുണ്ടായിരുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ അതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സിനിമ പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു അഖിൽ മാരാർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും ബിഗ് ബോസിൽ അയാൾ എങ്ങനെയായിരുന്നു അതുമായിട്ട് ചെറിയ സിമിലാരിറ്റി ഒക്കെ വരുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ച് ദേഷ്യവും എപ്പോൾ നോക്കിയാലും കുറച്ച് റോങ് അടിക്കാൻ നിൽക്കുന്നതും കുറച്ച് ചെറിയ മാസ് അപ്പീലും ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ. അദ്ദേഹം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിഷേകിലേക്ക് വരികയാണെങ്കിൽ അഭിഷേക് ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അഭിഷേകിന് അഭിനയിക്കാൻ അറിയാം, പക്ഷെ ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും അറിയില്ല, സിമ്പിളായിട്ടുള്ളത് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഈ സിനിമയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. ഇതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറച്ച് ഫ്രണ്ട്സ് അവരുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായിട്ട് പോവുകയും ആ കല്യാണത്തിനായിട്ട് പോകുമ്പോഴത്തേക്കും ആ കല്യാണ വീട്ടിൽ അന്ന് രാത്രി ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും അത് നാട്ടുകാരെല്ലാവരും ഈ ഫ്രണ്ട്സിലേക്ക് വിരമിച്ചുകൊണ്ടുകയും അതിനെ തുടർന്ന് പിന്നീട് അവരുടെ ബാക്കി പോരാട്ടങ്ങളും കാര്യങ്ങളും ആ ഒരു മിഡ് നൈറ്റിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ്. പേര് കൊള്ളാം, മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. ടൈറ്റിൽ വന്നിരിക്കുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഗ്രാഫിക്സിൽ കൂടെയാണ് ടൈറ്റിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തോ കഴിഞ്ഞ് അത് പോട്ടെ. അപ്പോൾ അങ്ങനെ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി ഇന്ന് കണ്ടു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ ബിലോ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല, ബിലോ ആവറേജ്. ഒരു ബിഗ് ബോസ് കൂട്ടായ്മയുടെ ഷോർട്ട് ഫിലിം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ സിനിമയെക്കുറിച്ച്. സിനിമ കാണാനാണെങ്കിലും ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്ന ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ആണെങ്കിലും സിജോ ആണെങ്കിലും ഇന്ന് ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ മൊത്തത്തിൽ ഇതൊരു ബിഗ് ബോസ് മയമാണ് ഈ ഒരു സിനിമയിൽ മുഴുവൻ. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കഥയിൽ ആ ഒരു ബാബു ജോൺ എഴുതിയിരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു സ്റ്റോറി ടെല്ലിങ് പഴയ സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിങ് ആണ്. അതായത് ഫ്രണ്ട്സ് കൂടുമ്പോഴത്തേക്കും ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ടിപ്പിക്കലി അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഫ്രണ്ട്സ് കൂടുമ്പോൾ ഒരുപാട് വെറൈറ്റി കൈൻഡ് ഓഫ് തിങ്സ് ആണ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൽ കുളിയും അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ടിപ്പിക്കലായിട്ടുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് കൈ ഇങ്ങനെ കാണിക്കുക, അങ്ങനത്തെ ഓരോരോ പരിപാടികളുണ്ടല്ലോ, അത് തന്നെ ഇങ്ങനെ ഒരു സോങ്ങിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ സോങ് ഒക്കെ പ്ലേസ് ചെയ്ത് എങ്ങനെയൊക്കെയോ കഥ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള അല്ലാതെ സിനിമ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിൽ എടുത്തു പറയാനുള്ളൊരു നല്ല കാര്യം അഖിൽ മാരാരാണ്. അഖിൽ മാരാര് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ ഏകദേശം അദ്ദേഹത്തിൻ്റെ കൈൻഡ് ഓഫ് ബിഗ് ബോസിൽ അദ്ദേഹം കാണിച്ച കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. സോ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത് നന്നായിട്ട് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മാസപ്പീൽ വരും. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്രഷൻ പാളിപ്പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വളരെ ഇമോഷണലായിട്ട് കൈകാര്യം ചെയ്യേണ്ട രംഗങ്ങൾ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരും ബിഗിനേഴ്സാണ്, സോ നമുക്കത് വിട്ടേക്കാം, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ അഭിഷേകും ഇപ്പോൾ ബിഗ് ബോസിലുള്ള ലക്ഷ്മിയും അങ്ങനെയുള്ളവരൊക്കെ നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ വേറെയും കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവരുടെ ആണെങ്കിൽ അവരുടെ തമാശകളാണെങ്കിലും ഒട്ടും രസമില്ലാതെ പോയി. ഇതിൽ പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്തത് ജാഫർ ഇടുക്കി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം, ഈ ഒരു മീറ്റർ ബാലൻസ് ഇല്ലായ്മ. അതായത് ഇപ്പോൾ ജാഫർ ഇടുക്കി ഭയങ്കരമായിട്ടൊരു സ്ഥലത്ത് ഇമോഷണലായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നവർ എൻ്റെ കൂടെ പിടിക്കുക, അല്ലെങ്കിൽ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിലൊരു പെർഫോമൻസ് വരണ്ടേ. ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഫർ ഇടുക്കി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ഒരു സൈഡിൽ, പക്ഷേ അതിനോടൊപ്പം ഇപ്പുറത്ത് നിൽക്കുന്നവർ അതിൻ്റെ പകുതിയിലൊരു അംശം പോലും അഭിനയിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇതിനകത്ത് ഇപ്പോൾ സെറീന ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, സെറീന കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഖിൽ മാരാർ ഞാൻ നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ ആ സിനിമയുടെ അഭിനയം കൊണ്ട് ആ സിനിമയെ ഭയങ്കരമായിട്ട് പിന്നിലോട്ട് വലിക്കുന്നുണ്ട്. നമുക്ക് പല രംഗങ്ങളും കാണുമ്പോഴത്തേക്ക് അയ്യോ എങ്ങനെ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് നല്ല ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്.
പിന്നെ ഇതിൽ ഏറ്റവും പാളിപ്പോയ സാധനം ക്യാമറ എഡിറ്റിങ്ങുമാണ്. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സീൻ എടുക്കാൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന 2 തരത്തിലുള്ള ക്യാമറകൾ എന്തോ ആണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സീൻ തന്നെ അല്ലെങ്കിൽ 2 പ്രാവശ്യം ഷൂട്ട് ചെയ്യുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രീതിയിലുള്ള മോശമായിട്ടുള്ള ഒരു ഷോട്ടുകളാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അത് ഏത് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു എൻജോയ്മെൻറ്റ് പോകും. ഒരു ഇൻട്രൊഡക്ഷൻ, അഖിൽമാരായിട്ട് ഇൻട്രൊഡക്ഷൻ വരുന്നൊരു സീക്വൻസ് ആണ്. പിന്നെ അല്ലാതെ എഡിറ്റിങ്ങിൽ പറ്റിയിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സീൻസ് സ്പ്ലിറ്റ് ചെയ്താണ്. ഇപ്പം ഒരു സീനിലുള്ള ഇപ്പം 10 ഷോട്ട് ഉണ്ടെങ്കിൽ ആ 10 ഷോട്ട് സ്പ്ലിറ്റ് ചെയ്തല്ലേ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു 10 ഷോട്ടിൽ ഇപ്പം ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് ഡയലോഗ് പറയണം, ഹായ് എങ്ങനെയുണ്ട് സുഖമാണോ? അപ്പോൾ അയാൾ തിരിച്ച് അതെ സുഖമാണ്. ഇത് രണ്ട് പേരുടെ ക്ലോസപ്പിലാണ് വേണ്ടതെന്ന് വെച്ചോ. പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഹായ് എങ്ങനെയുണ്ട് സുഖമാണോ, അത് കഴിഞ്ഞിട്ട് മറ്റേ ആൾ ഒന്ന് പോസ് ചെയ്തിട്ട് സുഖമാണ്. ആക്ച്വലി ഇത് സൈമൾട്ടേനിയസ്ലി നടക്കുകയല്ലേ, ചോദിക്കുന്നതും അപ്പം തന്നെ ഉത്തരം വരാം. അപ്പം നമ്മൾ ആ എഡിറ്റിങ്ങിലുള്ള ഒരു പാളിച്ച കാരണം അത് ഭയങ്കരമായിട്ട് സിനിമയിൽ ഇതേപോലത്തെ ഇപ്പം ഞാൻ അഭിനയിച്ച് കാണിച്ച പോലത്തെ ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിൽ വന്ന് എഡിറ്റിങ്ങിനെ പാളിച്ച കാരണം അതങ്ങ് പാളിയത് ആ ഒരു രംഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ സിനിമയിൽ പിന്നീട് വേറൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇതിൻ്റെ മ്യൂസിക്കാണ്. അഖിൽമാരാരുടെ ഇൻട്രോയിൽ വന്നിട്ടുള്ള മ്യൂസിക് നൈസാണ്. പിന്നെ ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പോഴത്തേക്ക് ഒരു ചെണ്ടയൊക്കെ കയറിയിട്ടൊരു ബീറ്റ്, അതായത് ഇതിനകത്ത് ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പോൾ ഒരു പ്രധാന രംഗമാണ്. ആ ഒരു രംഗം വരുമ്പോഴത്തേക്കും ചെണ്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു ബീറ്റും ഉണ്ട്, അതും നൈസാണ്. പക്ഷേ ബാക്കി ചില രംഗങ്ങളിൽ നമുക്കിപ്പോൾ നമ്മൾ ട്രോളിലൊക്കെ പറയില്ലേ, ഈ ഡയലോഗിനിടയിൽ കൂടെ മ്യൂസിക് കേൾക്കാൻ പറ്റുന്നില്ല, നമ്മൾ തിരിച്ച് കളിയാക്കി പറയാം. അതുപോലെ ഇതങ്ങനെയാണ്. ഇത് മ്യൂസിക് ഭയങ്കര ലൗഡായിട്ട് പടപടേ അടിച്ചു വെച്ചിട്ട് നമുക്ക് ഡയലോഗ് എന്താണെന്ന് കേൾക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു മ്യൂസിക്കാണ്. പിന്നെ ഇതിൽ സ്റ്റോറിയിൽ വന്നിട്ടുള്ള കുറച്ച് പാളിച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോറിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി ഇപ്പോൾ ഒരാളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചൂണ്ടിക്കാണിച്ചാൽ അയാൾ അറ്റ്ലീസ്റ്റ് അത് ഡിഫെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ ട്രൈ ചെയ്ത് ഇത് എണീറ്റങ്ങ് ഓടുകയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് അഖിൽമാരാരുടെ ഇൻട്രോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു രംഗം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രോ രംഗത്തിൽ അത് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ആ സിറ്റുവേഷൻ കഴിയുന്നതിന് മുമ്പ് ഇവരങ്ങ് പോവുകയാണ്. ഈ എൻ്റെ കാറിൻ്റെ ചില്ല് ഒരാൾ അടിച്ചു പൊട്ടിച്ചാൽ അത് ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് എന്തായി കാണിച്ചത് എന്നുള്ള രീതിയിൽ ചോദിച്ചൊരു വഴക്കുണ്ടായി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ പോകുള്ളൂ. ഇത് അങ്ങനെയല്ല, അവരവിടെ നിന്ന് പോവുകയാണ് എന്തോ തെറ്റ് ചെയ്ത പോലെ. അങ്ങനെ കഥയിലെ ഒരുമാതിരി എന്താ പറയുക ഭയങ്കര മിസ്റ്റേക്സ് ഒരുപാടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു ബിലോ ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സിനിമയാണ് നമ്മുടെ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. അഖിൽമാരാർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് കിട്ടിയ ക്യാരക്ടറിനെ തെറ്റില്ലാത്ത രീതിയിൽ, ഭയങ്കര കിടക്കുന്നല്ല, തെറ്റില്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ പോരാ, ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഞാനൊരു ഭയങ്കര നടനായിട്ട് പറയുന്നതൊന്നുമല്ല, പക്ഷേ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ 200 രൂപയിൽ പരമാണ് ഈ ഒരു ടിക്കറ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഈ ഒരു സിനിമ കാണാനായിട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അത്രയും രൂപ മുടക്കി നമ്മൾ പെട്രോളൊക്കെ അടിച്ച് അവിടെ വരെ പോയി കാണുമ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് നമുക്കൊരു അവകാശമുണ്ട്. ആ ഒരു അവകാശത്തിൻ്റെ പേരിൽ പറയുകയാണ്, ഇത്തരം സിനിമകൾ ഇറക്കി വിടുമ്പോൾ അതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ ഒരു പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചു, ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കുകയാണെന്ന് വെച്ചു, ഞാനത് ദൈനംദിനം കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തുള്ള മിസ്റ്റേക്സ് മനസ്സിലാവില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ ഇത് നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നും. അത്തരത്തിലായിരിക്കും ചിലപ്പോൾ ഇതിലെ ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ ഇറക്കുന്ന ഡയറക്ടേഴ്സിനൊക്കെ തോന്നുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഓഡിയൻസിന് ഈ സിനിമ കാണിച്ചു കൊടുക്കുക. അല്ലാതെ പ്രിവ്യൂ വെക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്രിവ്യൂവിനല്ലാതെ ഈ എഡിറ്റിംഗ് സ്റ്റേജിലൊക്കെ അല്ലെങ്കിൽ ഒരു ഫൈനൽ കട്ടിന് തൊട്ട് മുമ്പൊക്കെ വേണമെങ്കിൽ ഒരു അല്ലാത്തൊരു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത കുറച്ച് വ്യക്തികൾക്ക് ഈ ഒരു അല്ലെങ്കിൽ ആ സിനിമാ രംഗത്ത് തന്നെ കുറച്ചുകൂടെ അറിവുള്ള വ്യക്തികൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പറ്റാവുന്ന രീതിയിലുള്ള കറക്ഷൻസ് വരുത്താനുള്ള സജഷൻസ് അവരുടെ കയ്യിൽ നിന്നൊക്കെ വരും. അപ്പോൾ അത്തരത്തിലുള്ള കറക്ഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ഇത്തരം ഒരു സിനിമ ഇപ്പോൾ ബിലോ ആവറേജ് നിൽക്കേണ്ട സിനിമ ഒരു ആവറേജിൽ വന്നേനെ അല്ലെങ്കിൽ ഒരു എബോ ആവറേജിൽ പോയേനെ. ഇത് ആ ഒരു കറക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് പാളിച്ചകളുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നിപ്പോയി. ഞാനത് പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക ഈ സിനിമയുടെ ആൾക്കാർ. പക്ഷേ എനിക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു, വളരെ ഒരു ബിലോ ഇതായിട്ട് തോന്നി. പക്ഷേ ഷോർട്ട് ഫിലിം ലെവല് ഇതിനകത്ത് തന്നെ ആ ഡ്രോൺ ഷോട്ടൊക്കെ വെച്ചിട്ട് ചുക് 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 ഇതൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത്, ഇതൊക്കെ പണ്ട് സീരിയലിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പണ്ടത്തെ സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ വർക്കായ. കാലം മാറി, സിനിമ മാറിയ സിനിമകളുടെ കൂടെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിലോ ആവറേജ് സിനിമയാണ്. ഇതിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5ൽ 2 അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 1.75 ആ ഒരു റേഞ്ച്. അത് ഞാൻ 2 തന്നെ ഉറപ്പിച്ചറിയാം. 2 ഇപ്പോൾ അഖിൽമാരാർ നന്നായിട്ട് അഭിനയിച്ചതായതുകൊണ്ടും സെറീനയുടെയൊക്കെ നല്ല പെർഫോമൻസ്, അഭിഷേകിൻ്റെ തെറ്റില്ലാത്ത പെർഫോമൻസ്,
പിന്നെ അഖിൽമാരുടെ എൻട്രിയിലൊക്കെ വന്നിട്ടുള്ള ഒരു കത്തി ജോയുടെ BGM ഒക്കെ ഓക്കെയാണ്. സോ അതൊക്കെ കൊണ്ട് 2 ഔട്ട് ഓഫ് 5 ആണ്. സോ ബിഗ് ബോസ് പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള മുഖങ്ങളൊക്കെ കാണാനായിട്ടും അത്തരത്തിലുള്ളവരുടെ പെർഫോമൻസ് സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നൊക്കെ മനസ്സിലാക്കാനായിട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിനിമ കാണാം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ചിലപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ല, നിങ്ങൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാന്യമായ ഭാഷയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാലെല്ലാം സ്വീകരിക്കപ്പെടുന്നതാണ്. എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ അത് എൻ്റെ വീഡിയോയിൽ കറക്ഷൻസ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം സജസ്റ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ കറക്റ്റ് ചെയ്യാം. സോ ഇതാണ് എനിക്ക് മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ കുറച്ച് ലെങ്ത് ആയെന്നറിയാം, പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്നത്തെ ഈ സിനിമയുടെ ഈ ഷോ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമയുമായി ബന്ധപ്പെട്ടവരിരുന്ന് കണ്ട ഒരു ഷോ ആണ് തോന്നുന്നു. കാരണം തറയിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇരുന്നിരുന്ന് ഒരാൾ, ഞാൻ അറ്റത്തെ സീറ്റായിരുന്നു, അതിൻ്റെ അടുത്ത് വന്ന ഒരാളിരുന്നു മദ്യപിച്ചിട്ടാണ് വന്നിരുന്നത്. സിനിമയുടെ ഈ ഗ്യാങ്ങിലുള്ള ഒരാളാണ്. ഇവിടെ പതുക്കെ കൈ എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഞാൻ കൈ തട്ടി മാറ്റി. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇരിക്കണം, അഭ്യാസം കാണിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ ശരിക്കും അനുവദനീയമായി കൊള്ളേണ്ടതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറുന്നവരാണ്. അപ്പോൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടവർക്ക് കയറണമെങ്കിൽ ഓക്കെ കയറിക്കോളൂ. പക്ഷേ അനുവദിച്ചിട്ടുള്ള സീറ്റുകളിൽ മാത്രം ഇരിക്കുക, അല്ലാതെ തറയിലിരുന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒഴിവാക്കുക കഴിവ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നീളമേറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.